നിങ്ങൾക്കും എന്നും രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ടോ? എന്നാൽ വെളുപ്പിന് അലാറം അടിക്കുമ്പോൾ അത് ഓഫ് ചെയ്തു വെച്ച് വീണ്ടും ഉറങ്ങുകയാണോ നിങ്ങളുടെ പതിവ്? നാളെ മുതൽ കൃത്യമായി 5 മണിക്ക് എഴുന്നേൽക്കുമെന്ന് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മളെല്ലാവരും ശക്തമായി തീരുമാനിക്കാറുണ്ട്. മൊബൈലിൽ 1 അല്ല 4 5 അലാറങ്ങൾ വരെ ഇതിനായി സെറ്റ് ചെയ്തു വയ്ക്കും. എന്നാൽ പിറ്റേന്ന് രാവിലെ ആ അലാറം മുഴങ്ങുമ്പോൾ നമ്മുടെ എല്ലാ ആവേശവും ചോർന്നുപോകും. 5 മിനിറ്റ് കൂടി കിടക്കാം എന്ന് കരുതി നമ്മൾ വീണ്ടും കണ്ണുകളടക്കും. ആ 5 മിനിറ്റ് ചിലപ്പോൾ 1 2 മണിക്കൂറുകൾക്ക് ശേഷമായിരിക്കും അവസാനിക്കുന്നത്. ഉറക്കമുണരുമ്പോൾ വല്ലാത്തൊരു കുറ്റബോധം നമ്മെ വേട്ടയാടും. ഇന്നത്തെ ദിവസവും പോയി, നാളെ മുതൽ എന്തായാലും നേരെയാക്കാം എന്ന് വീണ്ടും നമ്മൾ നമ്മളോട് തന്നെ പറയും. ഈ ഒരവസ്ഥയിലൂടെ കടന്നു പോകാത്തവരായി ആരും തന്നെ ഉണ്ടാകില്ല. എന്തുകൊണ്ടാണ് നമുക്ക് ഈ ശീലം മാറ്റാൻ കഴിയാത്തത്? അതിനുള്ള പരിഹാരം എന്താണ്? നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണ് പ്രഭാതം. ഒരു ദിവസം എങ്ങനെ തുടങ്ങുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും ആ ദിവസം മുഴുവൻ എങ്ങനെയായിരിക്കുമെന്നത്. അതിരാവിലെ എഴുന്നേൽക്കുന്നവർക്ക് മറ്റുള്ളവരെക്കാൾ കൂടുതൽ സമയം ലഭിക്കുന്നു, കൂടുതൽ ഊർജ്ജം ലഭിക്കുന്നു, മാനസികമായ ഒരു പ്രത്യേക ശാന്തത അനുഭവിക്കാൻ കഴിയുന്നു. ചരിത്രം പരിശോധിച്ചാൽ ലോകം കണ്ട ഏറ്റവും വലിയ മഹാന്മാരും വിജയികളായ വ്യക്തികളും അതിരാവിലെ എഴുന്നേൽക്കുന്ന ശീലമുള്ളവരായിരുന്നു എന്ന് കാണാൻ കഴിയും. ഇവിടെയാണ് ഭാരതം കണ്ട ഏറ്റവും മികച്ച തന്ത്രജ്ഞനും പണ്ഡിതനുമായ ആചാര്യ ചാണക്യന്റെ വാക്കുകൾക്ക് പ്രസക്തിയേറുന്നത്. ഒരു സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ മാത്രമല്ല, സ്വന്തം ജീവിതം ചിട്ടപ്പെടുത്താനും ചാണക്യൻ നിരവധി ഉപദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ചാണക്യനീതിയിൽ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ ഏത് വലിയ മടിയനും അതിരാവിലെ 5 മണിക്ക് എഴുന്നേൽക്കാൻ സാധിക്കും. വെറുതെ എഴുന്നേൽക്കുക മാത്രമല്ല, ആ ദിവസം മുഴുവൻ കർമ്മനിരതനായിരിക്കാനും ജീവിതത്തിൽ വലിയ വിജയങ്ങൾ നേടാനും അത് നമ്മെ സഹായിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്നുറപ്പാണെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. അതുപോലെ ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. രാവിലെ എഴുന്നേൽക്കാൻ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ എന്തിനുവേണ്ടി എഴുന്നേൽക്കുന്നു എന്നതാണ്. ചാണക്യൻ പറയുന്നുണ്ട്, വ്യക്തമായ ലക്ഷ്യമില്ലാത്ത മനുഷ്യന്റെ ജീവിതം ചുക്കാനില്ലാത്ത തോണി പോലെയാണെന്ന്. രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കണമെന്ന് തീരുമാനിക്കുമ്പോൾ എന്തിനുവേണ്ടി എഴുന്നേൽക്കണം എന്നൊരു വ്യക്തമായ ഉത്തരം നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. അത് ചിലപ്പോൾ നിങ്ങളുടെ പഠനത്തിനു വേണ്ടിയാകാം, അല്ലെങ്കിൽ വ്യായാമം ചെയ്യാൻ വേണ്ടിയാകാം, സ്വന്തമായി എന്തെങ്കിലും കാര്യങ്ങൾ വായിക്കാനോ പുതിയ സ്കില്ലുകൾ പഠിക്കാനോ ആകാം. ഒരു ലക്ഷ്യവുമില്ലാതെ രാവിലെ എഴുന്നേറ്റാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ബോറടിക്കും. സ്വാഭാവികമായും നിങ്ങൾ വീണ്ടും ഉറക്കത്തിലേക്ക് തന്നെ വഴുതി വീഴും. അതുകൊണ്ട് നാളെ മുതൽ 5 മണിക്ക് എഴുന്നേൽക്കാൻ തീരുമാനിക്കുന്നതിന് മുൻപ് എന്ത് ചെയ്യാൻ വേണ്ടിയാണ് ആ സമയം ഉപയോഗിക്കുന്നത് എന്ന് തലേദിവസം തന്നെ തീരുമാനിച്ചുറപ്പിക്കണം. ഈയൊരു ലക്ഷ്യബോധം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ അലാറം അടിക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങളുടെ കണ്ണുകൾ തുറക്കും. അടുത്തതായി ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളുടെ തലേദിവസത്തെ രാത്രിയാണ്. നല്ലൊരു പ്രഭാതം ആരംഭിക്കുന്നത് തലേദിവസത്തെ രാത്രിയിൽ നിന്നാണ്. ചാണക്യനീതിയിൽ സമയത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. രാത്രി വൈകി ഉറങ്ങുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും അതിരാവിലെ ഉന്മേഷത്തോടെ എഴുന്നേൽക്കാൻ കഴിയില്ല. നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമായ വിശ്രമം ലഭിച്ചില്ലെങ്കിൽ അത് നിങ്ങളുടെ ആരോഗ്യത്തെയും ബുദ്ധിയെയും ദോഷകരമായി ബാധിക്കും. ഇന്നത്തെ കാലത്ത് മിക്കവാറും ആളുകൾ രാത്രി വൈകുവോളം മൊബൈൽ ഫോണിൽ നോക്കിക്കിടക്കുന്നവരാണ്. ഈ ശീലം നിങ്ങളുടെ ഉറക്കത്തിന്റെ ഗുണനിലവാരം കുറയ്ക്കുന്നു. കൃത്യമായി 5 മണിക്ക് എഴുന്നേൽക്കണം എന്നുണ്ടെങ്കിൽ രാത്രി 10 മണിക്ക് മുൻപ് തന്നെ ഉറങ്ങാൻ ശ്രമിക്കണം. ഉറങ്ങുന്നതിന് അരമണിക്കൂർ മുൻപ് എങ്കിലും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് നിർത്തുക. ഫോണിന് പകരം നല്ലൊരു പുസ്തകം വായിക്കുന്നത് നിങ്ങൾക്ക് വേഗത്തിൽ ഉറക്കം ലഭിക്കാൻ സഹായിക്കും. നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുക എന്നതാണ് അതിരാവിലെ എഴുന്നേൽക്കാനുള്ള ഏറ്റവും വലിയ വെല്ലുവിളി. അലാറം അടിക്കുമ്പോൾ നമ്മുടെ മനസ്സ് നമ്മളോട് പറയും, പുറത്ത് നല്ല തണുപ്പാണ്, കുറച്ചു സമയം കൂടി ഉറങ്ങാം, ഇന്ന് ഒരു ദിവസം കൂടി ഉറങ്ങിയാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന്. ചാണക്യൻ പറയുന്നത് സ്വന്തം മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയാത്തവൻ ശത്രുക്കളാൽ പരാജയപ്പെടുത്തപ്പെടും എന്നാണ്. ഇവിടെ നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു നിങ്ങളുടെ ഉള്ളിലെ മടിയാണ്. അലാറമടിച്ചാൽ ഉടൻ തന്നെ രണ്ടാമതൊന്ന് ആലോചിക്കാതെ എഴുന്നേൽക്കുക എന്നതാണ് ഇതിനുള്ള ഒരേയൊരു വഴി. അലാറം വയ്ക്കുന്ന ഫോണോ ക്ലോക്കോ നിങ്ങളുടെ കയ്യെത്തുന്ന ദൂരത്ത് വയ്ക്കാതിരിക്കുക. അത് ഓഫ് ചെയ്യണമെങ്കിൽ നിങ്ങൾ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് നടക്കണം എന്ന രീതിയിൽ അല്പം അകലെ വയ്ക്കുക. കിടക്കയിൽ നിന്ന് ഒരിക്കൽ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പകുതി പ്രശ്നം തീർന്നു. പിന്നെ ഒരു കാരണവശാലും തിരികെ കിടക്കയിലേക്ക് പോകരുത്. ബ്രഹ്മമുഹൂർത്തത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ചാണക്യൻ വളരെയധികം ഊന്നിപ്പറയുന്നുണ്ട്. സൂര്യോദയത്തിന് മുൻപുള്ള ഈ സമയത്ത് പ്രകൃതി വളരെ ശാന്തമായിരിക്കും. ഈ സമയത്ത് നമ്മുടെ ചുറ്റുമുള്ള അന്തരീക്ഷത്തിൽ ശുദ്ധമായ വായുവും പോസിറ്റീവ് ഊർജ്ജവും നിറഞ്ഞു നിൽക്കും. ഈ സമയത്ത് നമ്മൾ എന്ത് കാര്യം ചെയ്താലും അതിൽ പൂർണ്ണമായും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും. പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിലും ജോലി ചെയ്യുന്നവർക്കാണെങ്കിലും ഈ സമയം ഏറ്റവും മികച്ചതാണ്. അതിരാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ അനാവശ്യ ചിന്തകൾ ഉണ്ടാകില്ല. ഒരു ദിവസം മുഴുവൻ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി പ്ലാൻ ചെയ്യാൻ ഈ സമയം ഉപയോഗിക്കാം. ചാണക്യൻ എപ്പോഴും കൃത്യമായ ആസൂത്രണത്തിൽ വിശ്വസിച്ചിരുന്ന ആളാണ്.
ഒരു ദിവസത്തെ കാര്യങ്ങൾ മുൻകൂട്ടി പ്ലാൻ ചെയ്യുന്ന ഒരാൾക്ക് ഒരിക്കലും തന്റെ സമയം വെറുതെ കളയാൻ സാധിക്കില്ല. രാവിലെ എഴുന്നേറ്റാൽ ഉടൻ ആ ദിവസത്തെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഒരു ഡയറിയിൽ എഴുതിവെക്കുക. ഇത് നിങ്ങൾക്ക് ദിവസം മുഴുവൻ വലിയൊരു ഊർജം നൽകും. കൂടാതെ ആരോഗ്യത്തിന്റെ കാര്യത്തിലും ചാണക്യൻ വലിയ പ്രാധാന്യം നൽകിയിരുന്നു. ആരോഗ്യമുള്ള ഒരു ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുണ്ടാവുകയുള്ളൂ. അതിരാവിലെ എഴുന്നേറ്റാൽ ഉടൻ തന്നെ ഒരു ഗ്ലാസ് ഇളം ചൂടുവെള്ളം കുടിക്കുന്നത് ശീലമാക്കുക. ഇത് നിങ്ങളുടെ ശരീരത്തിലെ അവയവങ്ങളെ ഉണർത്തുകയും വിഷാംശങ്ങളെ പുറന്തള്ളുകയും ചെയ്യും. അതിനുശേഷം കുറഞ്ഞത് 20 മിനിറ്റെങ്കിലും എന്തെങ്കിലും രീതിയിലുള്ള വ്യായാമങ്ങൾ ചെയ്യുക. അത് ചിലപ്പോൾ നടത്തമാകാം, യോഗയാകാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമാകാം. വ്യായാമം ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ എൻഡോർഫിനുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഇത് നമ്മെ കൂടുതൽ സന്തോഷവാന്മാരും ഉന്മേഷവാന്മാരുമാക്കുന്നു. ദിവസവും രാവിലെ വ്യായാമം ചെയ്യുന്ന ഒരാൾക്ക് ദിവസം മുഴുവൻ ക്ഷീണം കൂടാതെ പ്രവർത്തിക്കാൻ സാധിക്കും. ഇത്തരം കാര്യങ്ങൾ കേൾക്കുമ്പോൾ വളരെ എളുപ്പമാണെന്ന് തോന്നുമെങ്കിലും തുടർച്ചയായി ഇത് ചെയ്യുക എന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ആദ്യത്തെ 2-3 ദിവസങ്ങളിൽ നിങ്ങൾക്ക് നല്ല ക്ഷീണവും ഉറക്കം വരുന്നതുപോലെയുമൊക്കെ തോന്നും. എന്നാൽ പിന്മാറരുത്. ഏതൊരു പുതിയ ശീലവും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാകാൻ കുറഞ്ഞത് 21 ദിവസങ്ങളെങ്കിലും എടുക്കും. ഈ 21 ദിവസങ്ങൾ നിങ്ങൾ അച്ചടക്കത്തോടെ മുന്നോട്ടു പോയാൽ പിന്നീട് 5 മണിക്ക് എഴുന്നേൽക്കുക എന്നത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുള്ള കാര്യമേ ആയിരിക്കില്ല. നിങ്ങളുടെ ശരീരം തന്നെ ആ സമയത്ത് കൃത്യമായി ഉണരാൻ പഠിക്കും. ചാണക്യൻ പറയുന്നുണ്ട്, കഠിനാധ്വാനത്തിലൂടെയും അച്ചടക്കത്തിലൂടെയും മാത്രമേ ഒരു വ്യക്തിക്ക് വിജയം നേടാൻ കഴിയൂ എന്ന്. മടിപിടിച്ച് കിടക്കുന്നവർക്ക് അവസരങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. ഈ ആശയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഇപ്പോഴത്തെ എഴുന്നേൽക്കുന്ന സമയം എത്രയാണെന്ന് താഴെ കമന്റ് ചെയ്യുക. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നേടണം എന്നാഗ്രഹിക്കുന്ന ഏതൊരാളും അവരുടെ സമയത്തെ ബഹുമാനിക്കാൻ പഠിക്കണം. നഷ്ടപ്പെട്ടുപോയ പണം നമുക്ക് തിരികെ സമ്പാദിക്കാം. നഷ്ടപ്പെട്ട ആരോഗ്യം ഒരു പരിധിവരെ തിരികെ കൊണ്ടുവരാം. എന്നാൽ കടന്നുപോയ സമയം ഒരിക്കലും തിരികെ ലഭിക്കില്ല. ഓരോ ദിവസവും രാവിലെ നിങ്ങൾ എഴുന്നേൽക്കുന്ന ആ നിമിഷം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട നിമിഷങ്ങളിലൊന്നാണ്. ലോകം മുഴുവൻ ഉറങ്ങിക്കിടക്കുമ്പോൾ നിങ്ങൾ എഴുന്നേറ്റ് നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങുകയാണെങ്കിൽ വിജയത്തിലേക്കുള്ള ദൂരം വളരെ കുറവായിരിക്കും. ഒരു ദിവസം നിങ്ങൾ തീരുമാനിക്കുന്ന കാര്യങ്ങൾ പൂർത്തിയാക്കാൻ കഴിയുമ്പോൾ ലഭിക്കുന്ന ആത്മസംതൃപ്തി വളരെ വലുതാണ്. ആ സംതൃപ്തിയാണ് അടുത്ത ദിവസം വീണ്ടും നേരത്തെ എഴുന്നേൽക്കാൻ നിങ്ങൾക്ക് പ്രചോദനമാകുന്നത്. ചാണക്യൻ പറഞ്ഞതുപോലെ, ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ ശത്രു അവന്റെ സ്വന്തം മടിയാണ്. തീരുമാനങ്ങൾ എടുക്കാൻ എളുപ്പമാണ്, എന്നാൽ അത് പ്രാവർത്തികമാക്കാൻ അച്ചടക്കം ആവശ്യമാണ്. നാളെ രാവിലെ അലാറം അടിക്കുമ്പോൾ ഓർക്കുക, നിങ്ങൾ നിങ്ങളുടെ ജീവിതം മാറ്റാൻ പോവുകയാണോ അതോ പഴയതുപോലെ ഉറങ്ങാൻ പോവുകയാണോ എന്ന്. ചോയ്സ് നിങ്ങളുടേതാണ്. എഴുന്നേൽക്കുക, പ്രവർത്തിക്കുക, വിജയം നേടുക.